Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Solve the initial value problem d square plus 4d plus 5 into y is equal to 0. y0 is equal to y dot 0 is equal to minus 5. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ d square plus 4d plus 5 into y is equal to 0. ആദ്യം നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m square plus 4m plus 5 is equal to 0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. m square plus 4m plus 5 is equal to 0. ഇനി നമ്മൾ ഇതിൽ m കണ്ടുപിടിക്കണം. m കണ്ടുപിടിക്കാനായിട്ട് minus b plus or minus. അപ്പോൾ -4 plus or minus root of b square 16 minus 4 4 4 divided by 22. അപ്പോൾ നമുക്ക് -4 plus or minus 16 minus 20 എത്ര വരും? നമുക്ക് root of -4 divided by 2. അങ്ങനെ എഴുതാം -4 plus or minus 2i 4 പുറത്ത് വരുമ്പോൾ root of -1i ആണ് divided by 2, that is -2 plus or minus i. അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്തൊക്കെയാണ്? -2 plus i യും -2 minus i യും ആണ്. അപ്പോൾ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ. therefore yc എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? yc is equal to, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ -2 ആണ്, e raised to -2x c1 cos x plus c2 sin x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മുടെ സൊല്യൂഷൻ കിട്ടി നമുക്ക് c1 yc is equal to e raised to -2x into c1 cos x plus c2 sin x. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ c1 എന്ന കോൺസ്റ്റന്റും c2 എന്ന കോൺസ്റ്റന്റും കണ്ടുപിടിക്കണം. c1 എന്ന കോൺസ്റ്റന്റും c2 എന്ന കോൺസ്റ്റന്റും കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ട് ആ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ c1 c2 കണ്ടുപിടിക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? y0 is equal to 2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലെ എക്സിന്റെ പോയിന്റിലൊക്കെ 0 കൊടുക്കാം. അപ്പൊ ഇവിടെ 1 c1 into 1 plus c2. അപ്പൊ നമുക്ക് c1 ന്റെ വാല്യൂ എത്ര കിട്ടി? c1 is equal to 2. അപ്പൊ c1 എന്നുള്ള ഫസ്റ്റ് കോൺസ്റ്റന്റ് c1 is equal to 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. e raised to -2x into c1 into minus sin x plus c2 into cos x. c2 into cos x plus c1 cos x plus c2 sin x into e raised to -2x differentiate ചെയ്യേണ്ടി വരും. e raised to -2x into -2 കണ്ടോ? e raised to -2x into -2. ഇനി അവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? y dash 0. y dash 0 എത്ര തന്നിരിക്കുന്നത്? -5 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്സിന്റെ പോയിന്റിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് 1 കിട്ടും. ഫസ്റ്റ് കേസിൽ 0 sin 0 0 ആണ്. രണ്ടാമത്തെ കേസിൽ c2 വരും. ഇനി പ്ലസ് ഇവിടെ നമുക്ക് c1 വരും. ഇവിടെ നമുക്ക് 0 വരും. ഇവിടെ പുറത്ത് നമുക്ക് -2 വരും. അപ്പൊ -5 is equal to നമുക്ക് കിട്ടുന്ന ആൻസർ c2 -2c1. കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? c2 നെയാണ് കണ്ടുപിടിക്കേണ്ടത്. Therefore c2 is equal to 2c1 minus 5. That is 2 into c1 എത്രയാണ്? c1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 minus 5 that is equal to -1. അപ്പോൾ c2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -1 കിട്ടി. Therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ആ c1 ന്റെ c2 ന്റെ വാല്യൂ എഴുതി ചേർക്കാം. അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ yc നമുക്ക് കിട്ടുന്ന വാല്യൂ yc is equal to e raised to yc is equal to e raised to -2x into c1 എത്രയായിരുന്നു? c1 2 cos x plus c2 എത്രയായിരുന്നു? -sin x. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ y is equal to e raised to -2x into ബ്രാക്കറ്റിലെ 2 cos x minus sin x. 2 cos x minus sin x.
അപ്പൊ നമ്മള് എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 ആ എമ്മിന്റെ റൂട്ട് -2 പ്ലസ് ഓർ മൈനസ് i കിട്ടുമ്പോ നമുക്ക് 2 മാർക്കായി. എം സ്ക്വയർ പ്ലസ് 4m പ്ലസ് 5 ഈക്വൽ ടു 0 എഴുതി 1 മാർക്കാവും. എമ്മിന്റെ റൂട്ട് കിട്ടിയാൽ 1 മാർക്കാവും. പിന്നെ അതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ 1 മാർക്ക്, 3 മാർക്ക് കിട്ടി. പിന്നെ നമ്മൾ C1 കണ്ടുപിടിച്ചാൽ 1 മാർക്ക് കിട്ടും. അതുപോലെ C2 കണ്ടുപിടിച്ചാൽ 1 മാർക്ക് കിട്ടും. പിന്നെ ഫൈനൽ സൊല്യൂഷൻ എഴുതുമ്പോൾ റിമൈനിങ് മാർക്ക് കിട്ടും. അങ്ങനെ മൊത്തം നമുക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ഈ മെയ് 2024 KT ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.